ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഉദയഭാനു ശ്രീകലയൊക്കെ ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് പോയ സമയത്ത് ഗോമതി മീനാക്ഷിയോട് പറഞ്ഞു, മീനു, അതെ, ആ ഔഷധ ചെടികളൊക്കെ ഉണ്ടല്ലോ, ആ ആ പച്ചില മരുന്നുകളൊക്കെ വെയിലത്ത് വെച്ച് ഉണങ്ങണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ടെറസ് നല്ല വെയിൽ കാണുമേ, അതുകൊണ്ട് മുറ്റത്ത് വെക്കണ്ട, ഞാൻ ടെറസെ കൊണ്ടേ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ബാലന് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ബാലേട്ടാ, ബാലേട്ട ഇത് എങ്ങോട്ടേ പെട്ടെന്ന് പോന്നേ? അതെ, എനിക്ക് സ്ഥലം വരെ പോവാനുണ്ട്. എങ്ങോട്ടാ ബാലേട്ടാ? ഇത്തിരി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. അത്യാവശ്യമായിട്ട് പോകാനുള്ളതെന്ന് പറഞ്ഞിട്ട് ബാലൻ സ്കൂട്ടി എടുത്തോണ്ട് പോയി. കടയിലേക്കല്ല ബാലേട്ടൻ പോയത്, വേറെ എവിടേക്കോ ആണ്. എങ്ങോട്ടാ പോയത്? പറയാതെ ബാലേട്ടൻ പെട്ടെന്ന് പോയല്ലോ എന്നൊക്കെ ഗോമതി ചിന്തിച്ചു. പിന്നീട് ബാലൻ ഉദയഭാനുവും സ്ത്രീകളെ സഞ്ചരിച്ച ഓട്ടോയുടെ പിന്നാലെ പോവാണ്. അങ്ങനെ ഓൺ അടിച്ച് എന്ത് ചെയ്തു, അതിന്റെ മുന്നിൽ കയറിയിട്ട് വണ്ടി അതിന്റെ മുന്നിലേക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുവാണ്. അപ്പോഴേക്കും ഓട്ടോക്കാരൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഈ സമയം ഉദയഭാനു ശ്രീകല ഒന്ന് ഞെട്ടി. ബാലൻ എന്തൊക്കെയോ രണ്ടും കൽപ്പിച്ചാന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞു. ദൈവമേ, ഇന്ന് നമ്മളെ കള്ളത്തരങ്ങൾ എങ്ങനെ പിടികൂടിയോ ശ്രീകലെ? എനിക്ക് സംശയമുണ്ട്. ദേ, നമ്മൾ കൊണ്ടേ കൊടുത്ത കാട്ടുപിള്ളയാന്നുള്ള കാര്യം ബാലിന് മനസ്സിലായെന്ന് തോന്നേ. അത് ചോദിക്കാൻ വന്നാന്ന് തോന്നേ. ഉദയേട്ടാ, എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പാൻ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ സ്കൂട്ടിയെന്ന് ഇറങ്ങി. ഈ സമയം ഉദയഭാനുടെ സ്ത്രീകൾ പറഞ്ഞു, ഇറങ്ങും ഉദയേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ബാലിന്റെ അടുത്തേക്ക് വന്നു. ബാലൻ രണ്ടുപേരെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരുടെ മുഖത്തൊരു ടെൻഷൻ? ടെൻഷനൊന്നുമില്ല. ഉദയഭാനു സാറിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എനിക്കില്ല. അല്ല ശ്രീകലയ്ക്കോ? എനിക്കും ഇല്ലാന്ന് പറയണ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷനും ഇല്ലാന്ന് പറയണ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ മുഖം കണ്ടാ തോന്നുന്നുണ്ട്, അതുകൊണ്ടാ. ഇനിയിപ്പം ഉദയഭാനു സാറ് കാരണം മറ്റുള്ളവർക്കല്ല ടെൻഷൻ അല്ലേ അല്ലേന്ന് ചോദിച്ചു. അതെന്താ ബാല അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അതെ, കമ്പനി സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ടെൻഷൻ അല്ലേ. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നോക്കിയില്ലെങ്കിൽ ഉദയഭാനു സാറ് അവരിട്ട് പൊരിക്കില്ലേന്ന് ചോദിച്ചു. അതെ ബാല. അപ്പോഴേക്കും ഉദയഭാനുവിന് ഇത്തിരി എനർജി കിട്ടി. ഉദയഭാനു പറഞ്ഞു, ഞാൻ ആള് സ്ട്രിക്റ്റ് ആന്ന് പറയണ എല്ലാ കാര്യത്തിലും. അല്ല, ഉദയഭാനു സാർ തിരക്കിലാണോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. സാറ് നേരെ എയർപോർട്ടിലേക്കാണോ പോന്നേ? അതെ, എയർപോർട്ടിലേക്ക് പോന്നേ. ഈ ഓട്ടോറിക്ഷയ്ക്കാണോ പോന്നേന്ന് ചോദിച്ചു. അതെ ബാല എന്ന് പറയണ. പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത്. ശ്രീകല ചാടി പറഞ്ഞു, അല്ല ബാല, ഓട്ടോറിക്ഷയ്ക്കല്ല പോകുന്നത്, ഞങ്ങളുടെ കാറ് വരും, ഞങ്ങളുടെ കാറിനാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതെ അതെ അതെ, ഞങ്ങൾ കാറിനാ പോകുന്നത്. പിന്നെ ഓട്ടോക്കാരെയൊക്കെ ഒന്ന് സഹായിക്കണ്ടേ ബാല, അതുകൊണ്ടാണ് ഞാന് കാറൊന്നും എടുക്കാത്തെ. അതെ, കൃത്യ 250 രൂപ മീറ്റർ ചാർജ് ആയി കഴിയുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷ നിർത്തും, പിന്നീട് എന്റെ കാറ് വരാൻ പറയും. അങ്ങനെ കാറിലാ പോകുന്നേ. അപ്പൊ ദിവസം ആരേലും ഒക്കെ ഉദയഭാനു സാർ സഹായിക്കുമല്ലേ എന്ന് ബാലൻ ചോദിച്ചു. അതെ ബാല, ആരേലും ഒക്കെ സഹായിക്കണം എനിക്ക്. ദിവസേന ഇങ്ങനെ സഹായിച്ചില്ലെങ്കിലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല, ഉറക്കം വരത്തില്ല. പക്ഷെ ഇന്നത്തെ എന്റെ സങ്കടം എന്ന് പറഞ്ഞാലേ, ഇന്ന് ഒരാളെ സഹായിക്കാൻ പറ്റുള്ളൂ, ഈ ഓട്ടോക്കാരനെ മാത്രമേ. അപ്പൊ അതാണ് ഉദയഭാനു സാറിന്റെ പ്രശ്നം അല്ലേ? അതെ, സാരമില്ല, സാറ് വിഷമിക്കേണ്ട, അതിനുള്ള പരിഹാരം ഈ ബാലൻ കാണാന്ന് പറയണം. എന്ത്? അതെ, ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു. പണിയായോ എന്ന് ഉദയഭാനു വിചാരിച്ചു. സാറ് ഒരാളെ മാത്രമല്ലേ സഹായിച്ചുള്ളൂ, ഒരു കാര്യം ചെയ്യാം, സാർ എന്നെയും കൂടെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീകല മനസ്സിൽ പറഞ്ഞു, ഇങ്ങേര് കാരണം ഇതിപ്പോ ആകെപ്പാടെ പ്രശ്നമാവുന്ന ലക്ഷണമുണ്ട്. ഇങ്ങേരുടെ വായ കിടക്കുന്ന നാക്ക് ശരിയല്ല, ഇനി എന്ത് കുരിശാണോ വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ബാലൻ തന്റെ സ്കൂട്ടിയുടെ അടുത്തേക്ക് വന്നു. അതിനകത്തുനിന്നൊരു പേപ്പറൊക്കെ എടുക്കണം. അത് കണ്ടുകഴിഞ്ഞപ്പോ ഉദയഭാനു ശ്രീകലയും പരസ്പരം നോക്കി. അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പിന്നീട് ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ഇനി അങ്ങേര് വല്ല പടിവാളോ മറ്റോ എടുക്കുമെന്ന് ചോദിച്ചു. നിങ്ങളൊന്നും മിണ്ടായിരിക്കും ഉദയേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്ലാനും എടുത്തോണ്ട് ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഇത് ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാനുള്ള പ്ലാനാ, എഞ്ചിനീയർ വരച്ചെന്നാ. ഉദയഭാനു സാറൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടെന്നോ? അതിനെന്താ ബാല, ഞാൻ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടിയിട്ട് അത് വാങ്ങി. അങ്ങനെ വാങ്ങി നോക്കണം, കൊള്ളാം, നല്ല പ്ലാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, സാറേ, ഇത് പുതുക്കി പണിയാനായിട്ടൊരു 10 ലക്ഷം രൂപയും കൂടെ വേണം. സാറൊരു കാര്യം ചെയ്യാം, സാറിന് ആരെയും സഹായിക്കണം എന്നല്ലേ പറഞ്ഞേ? അത് മാത്രമല്ല, സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുക്കി പണിയാനായിട്ട് ഗോമതി സ്റ്റോഴ്സ് പുതുക്കി പണിയാൻ പണം തരാന്ന്. അപ്പൊ സാറ് 10 ലക്ഷം രൂപ തരണം. അല്ലെങ്കിൽ സാറിന് ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ, നിസ്സാര തുകയല്ലേ ഉള്ളൂ. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം ട്രാൻസ്ഫർ ചെയ്യാനുള്ളതല്ലേ ഉള്ളെന്ന് ചോദിച്ചു. ഉദയഭാനു ശ്രീകലയും കൂടെ പെട്ടുപോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു നിമിഷം പരസ്പരം നോക്കണം. എന്താ സാറേ, സാറിന്റെ മുഖത്തൊരു ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല ബാല, അത് വെറുതെ തോന്നാന്ന് പറഞ്ഞു. പിന്നെ സാറൊരു കാര്യം ചെയ്താൽ മതി, പെട്ടെന്ന് വേണ്ട പണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രണ്ടുപേർക്ക് സമാധാനമായി. ഒരാഴ്ചക്കുള്ളിൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ചയോ? അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ സാർ എനിക്ക് പണം തരൂല്ലോ അല്ലേ? ഒന്നും മിണ്ടിയില്ല ഉദയഭാനു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, അതെന്ത് പറച്ചില്ല ബാല പറയണേ, ഒരാഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും 10 ലക്ഷം രൂപ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ബാലിന് ചിരിയാണ് വന്നത്.
പിന്നീട് ഉദയഭാനു ശ്രീകലയും പെട്ടെന്ന് കയറി പോകാൻ തുടങ്ങുകയാണ്. അയ്യോ സാറേ ഈ പ്ലാൻ കൊണ്ടുപോയില്ല. അയ്യോ ധൃതിക്കിടയിൽ അത് മറന്നുപോയി ബാല. ശരിയെന്ന് പറഞ്ഞ പ്ലാനും മേടിച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ബാലൻ പറഞ്ഞു, രണ്ടുപേരും കൂടെ ഓടും, കിടന്നു നെട്ടോട്ട് ഓടും. ഇനി സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കും. ഈ ഒരാഴ്ചക്കുള്ളിൽ പണം തരണമല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ള സമാധാനം പോവും. ഇനി അങ്ങനെയാണ് ബാലൻ പണി തരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിൽ പറയാണ്. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലാണ് ഉദയഭാനു ശ്രീകലയും കൂടെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ ഉദയഭാനു ബാലൻ കൊടുത്ത പ്ലാനൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകല അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു കട്ടൻ കാപ്പി കൊടുക്കുകയാണ്. ഇതാ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞു. അങ്ങനെ ഉദയഭാനു കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് മധുരമില്ലല്ലോ, പഞ്ചസാര ഇട്ടില്ലേന്ന് ചോദിച്ചു. പഞ്ചസാരയൊക്കെ ഇട്ടാണല്ലോ. ഇതേ ശ്രീകല ഇതിന് മധുരം ഇല്ലാന്ന് പറഞ്ഞു. ശ്രീകല കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് നല്ല മധുരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ ഉദയന്റെ വായുടെയാന്ന് പറഞ്ഞു. ആ എന്ത് ചെയ്യാനാ, ഇപ്പം നാവിന് പോലും രുചിയില്ലെന്നായി. ഇപ്പൊ തന്നെ കണ്ടില്ലേ. അല്ല ഇതെന്താ ഉദയേട്ടാ ഇവിടെ ഈ 3 വരയെന്നൊക്കെ ചോദിച്ചു. ആ പ്ലാൻ കണ്ടു കഴിഞ്ഞപ്പോ, എടി അത് വരയല്ല 3 നിലയാന്ന് പറയണം. നിലയോ? അതേന്നെ 3 നില. പിന്നെ ഇതി കാണുന്ന എന്താ? ഓ എടി അത് മുകളിലേക്ക് കയറിപ്പോള്ള ലിഫ്റ്റൊക്കെ. അപ്പൊ ലിഫ്റ്റ് പണിയാനുള്ള സ്ഥലമാന്ന് പറഞ്ഞു. ഓ അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് ഗോമതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗോമതിയല്ല ശ്രീകല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, എടി നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഏത് കഥയാ മനുഷ്യ? ആ ജലദേവതയുടെ പിന്നെ ഒരു മരം വെട്ടുകാരന്റെ. ഓ ആ കഥയോ? പണ്ടത്തെ ആ കഥയല്ലേ? പണ്ടത്തെ കഥയോ? അല്ല മനുഷ്യ. അതെ ആ മരം വെട്ടുകാരന്റെ കോടാലി വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോ ആദ്യം സ്വർണ്ണ കോടാലി കൊടുത്തു. മരം മണ്ടനായ മരം വെട്ടുകാരൻ എന്ത് പറഞ്ഞു? അതല്ലാന്ന് പറഞ്ഞു. പിന്നെ വെള്ളിക്കോടാലി കൊടുത്തു. അതുമല്ലാന്ന് പറഞ്ഞു. പിന്നെ ആ തുരുമ്പ് പിടിച്ച് കോടാലി കൊടുത്തപ്പം അതാന്ന് പറഞ്ഞു. അയാളുടെ സ്വന്തം കോടാലി കണ്ടപ്പോ അതാന്ന് പറയുകയും ചെയ്തു. ആ കഥയല്ലേന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞ ആ കഥ തന്നെയാ. അല്ല മനുഷ്യ നിങ്ങൾ ആ കഥ ഇവിടെ പറയാൻ എന്താ കാര്യം? ഓ എടി അതോ എന്ത് ചെയ്യാനാ, ഇപ്പൊ ആ മരം വെട്ടുകാരനെ പോലെ ബാലൻ എന്ന് പറയണ. മരം വെട്ടുകാരനെ പോലെ നിങ്ങൾ എന്താ മനുഷ്യ പറയണേ? പണ്ടേ ബാലന മരം വെട്ടുകാരനെ പോലെ ആയിരുന്നു, അറിയാലോ. അതുപോലെ ഒരു മരമണ്ടനായിരുന്നു. പക്ഷെ ഇപ്പഴങ്ങനെയല്ല. അയാൾക്ക് അത്യാഗ്രഹോ. അതേന്നേ. അയാൾക്ക് ഇപ്പൊ കണ്ടില്ലേ, കടയൊക്കെ വിപുലീകരിച്ച് പണിയണം. അതിന് വേണ്ടിയിട്ട് അയാൾ ആക്രാന്തം കാണിച്ചോണ്ട് നടക്കല്ലേ. അതുകൊണ്ടല്ലേ നമ്മളോട് പൈസയൊക്കെ ചോദിച്ചേ. ഓ അങ്ങനെ. അല്ല ബാലൻ ഒരാഴ്ചത്തെ സമയം തന്നിരിക്കുന്നേ. ഈ ഒരാഴ്ചക്കുള്ളിൽ 10 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും നമ്മള്? എനിക്കറിയില്ല എന്റെ ഉദയേട്ടാ, നിങ്ങളല്ലേ ഓരോ പൊല്ലാപ്പ് വലിച്ചു വെക്കുന്നേ. എങ്ങനെയാന്ന് വെച്ചാൽ കൊടുത്തോണം. എടി നമുക്കൊരു കാര്യം ചെയ്താലോ? ഒരു പോംവഴി ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? നമുക്ക് ഈ വീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് കൊടുത്താലോ? എന്റെ മനുഷ്യൻ നിനക്ക് തലയ്ക്ക് ഭ്രാന്താണോ? ഇതിന്റെ ഓണർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ? എടി നമുക്ക് ഒരു കള്ളപ്രമാണമൊക്കെ ആദ്യം ഉണ്ടാക്കുക. എന്നിട്ടോ ഓണർ അമേരിക്കയിലേക്ക് പോവാന്നല്ലേ പറഞ്ഞേ മോളെ കാണാൻ വേണ്ടിയിട്ട്. ആ തക്കത്തിന് നമുക്കിത് ആർക്കെങ്കിലും ഒറ്റയ്ക്ക് കൊടുക്കാം. എന്റെ മനുഷ്യ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്നെ റോഡിലിറങ്ങി പോയി കിടക്കുമെന്ന് ചോദിച്ചു. എടി മോളത്തെ നില ഒറ്റയ്ക്ക് കൊടുത്താൽ മതി. താഴത്തെ നിലയുണ്ടല്ലോ, അത് പോരെ നമുക്ക് കഴിയാന്. അത് ശരിയാ, അതൊരു നല്ല കാര്യമാ ഉദയേട്ടാ. പക്ഷേ അങ്ങേരെ അമേരിക്കക്ക് പോകുന്നുണ്ടോന്ന് അറിയത്തില്ലോ. എന്നാ പോകുന്നതെന്നും അറിയില്ലോ. എടി ഇന്നാള് കണ്ടപ്പോ അയാൾ പറഞ്ഞായിരുന്നു ഈ മാസം തന്നെ എന്താണെങ്കിലും പോകൂന്ന്. ഓ അങ്ങനെയാണല്ലേ. ഒരു കാര്യം ചെയ്ത് ശ്രീകല, നീ അങ്ങേരെ ഒന്ന് വിളിക്കാൻ പറയണ. എന്തിന്? നീ വിളിച്ച് സംസാരിക്ക. അങ്ങേരെ എന്നാ അമേരിക്കക്ക് പോകുന്നതെന്ന് ചോദിക്കും. ദേ ഉദയേട്ടാ, ഞാൻ എങ്ങാനും വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിലേ പ്രശ്നമാവും. അയാൾ വാടക ചോദിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ കുടിശ്ശികയാ. ശ്രീകലെ നീ എങ്ങനെയൊന്നും വിളിച്ചു ചോദിക്കുക. നാളെ തരാന്നോ മറ്റന്നാൾ തരാന്നോ അങ്ങനെ എന്തേലുമൊക്കെ പറ. ഒടുവിൽ ശ്രീകല വിളിക്കുകയാണ്. ശ്രീകല വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വാടക കുടിശ്ശിക ചോദിക്കുകയാണ്. 6 മാസത്തെ അല്ലേ ഉള്ളൂ സാറേ, അത് തരാന്നൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, അങ്ങനെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു പറയണം. എന്താ ശ്രീകലെ? വാടക കുടിശ്ശിക ഈ ആഴ്ച തന്നെ കൊടുത്തില്ലെങ്കിൽ അയാള് നമ്മളെ ഇറക്കി വിടുമെന്ന്, റോട്ടിലേക്ക് ഇറങ്ങി എന്നോളാനാ പറഞ്ഞിരിക്കുന്നേ. ഓ അത് പോട്ടെ. അല്ല നീ അയാളുടെ കാര്യങ്ങൾ ചോദിച്ചില്ലേ? അമേരിക്കക്ക് പോകുന്ന കാര്യം ചോദിച്ചപ്പോ അയാൾ എന്നാ പറഞ്ഞേ? അയാൾ പോകുന്നില്ലാന്നോ? അതെ, അയാളുടെ മോളും മരുമോനും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുവാന്ന്. മോള് പ്രസവത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ടാ വരുന്നേന്ന്. അയ്യോ പെട്ടുപോയല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? 10 ലക്ഷം രൂപ കൊടുക്കണം. എന്റെ സ്ത്രീകളെ എല്ലാ വഴികളും അടഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ 10 ലക്ഷം രൂപ കൊടുക്കാണ്ട് നമ്മൾ ആരോട് ചോദിക്കും? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടിന്റെ ഉള്ള മനസമാധാനം കൂടെ പോയി. അതേ സമയത്ത് വല്ലാതെ ഒരു ടെൻഷനിലായിരുന്നു ആനന്ദ്. ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീദേവി മുറിയിൽ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദം കൂടെ വന്നു. എന്നിട്ട് പറഞ്ഞു, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാം. നീ പറഞ്ഞിട്ടല്ല നിന്റെ അച്ഛനും അമ്മയും വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ദേവി, ചില സമയത്ത് എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, ഞാനെല്ലാം കേട്ടോളാം. ഞാനെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥയാന്ന് പറയണം.
ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും വന്നത്. സുകന്യേച്ചി അച്ഛനും അമ്മയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഷ്ടകാലം പിടിക്കാനിട്ട് ഞാനതൊന്ന് വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷെ അവരിങ്ങനെ ഈ ലോകത്തില്ലാത്ത ഈ ചെടിയും പറിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാനത് ഓർത്തില്ല എന്ന് പറയണം. അങ്ങനെ അവർ ചെയ്യുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു പറഞ്ഞു. അല്ല സാരമില്ല, ആനന്ദേണ്ണന് പറയാൻ പറ്റുന്ന ചീത്തയ്ക്ക് എന്നോട് പറഞ്ഞു. ഞാനതെല്ലാം കേട്ടോളാം. കാരണം ഞാനും ആനന്ദേണ്ണനെ ചതിക്കാൻ കൂട്ടു നിന്നവളല്ലേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആനന്ദ് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ആ സമയം ശ്രീദേവി ആനന്ദിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, എനിക്കറിയില്ല എന്ത് ചെയ്യണോന്ന്. ഒരുപക്ഷെ എനിക്കറിയാം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. അതിന് നിനക്ക് കൂട്ടു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് സഹതാപം തോന്നും. നീ പാവമാണല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേങ്കിൽ ഇപ്പം നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ട്, അത് നീ ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിന് മുൻ തലമുറയൊക്കെ അതിനെ സ്വാധീനിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പം കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അല്ലേ, അപ്പൊ അവരുടെ സ്വഭാവം നമ്മുടെ കുഞ്ഞിന്റെ മനസ്സിനെ സ്വാധീനിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആ കുഞ്ഞ് അങ്ങനെയായി തീരുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ആനന്ദിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴേക്ക് ശ്രീദേവി ആ കണ്ണ് തുടച്ചു. പിന്നീട് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോൾ ടേബിളിൽ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്. അത് കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞ്, ആനന്ദേട്ടൻ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കുഞ്ഞ് ഒരിക്കലും ഒരു കള്ളത്തരം പറയത്തില്ല, നുണയോ അങ്ങനെയൊന്നും പറയില്ല, ചതിയോ വഞ്ചനയോ ഒന്നും അത് കാണിക്കില്ല, സത്യം മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെയായിരിക്കും ഞാൻ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. അതപ്പോൾ ഗാന്ധിജിയുടെ ഒരു പുസ്തകമായിരുന്നു, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ആ പുസ്തകമായിരുന്നു. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്തു, ആ പുസ്തകം എടുത്ത് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി ആനന്ദിനെ. അങ്ങനെ ആ കഥകളൊക്കെ വായിച്ച് കേൾപ്പിക്കണം. ആനന്ദ് അതൊക്കെ കേട്ട ശ്രീദേവിയുടെ മടിയിൽ തല വെച്ച് കിടക്കണം. അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നം ഒരു പരിധി വരെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ഗോമതി അടുക്കളയിലാണ്. അടുക്കള പാത്രം കഴിക്കൊണ്ടിരിക്കണം. ഗോമതി മീനാക്ഷി അങ്ങോട്ട് വന്നെന്ന് കരുതി പറഞ്ഞു, അതെ മോളെ, അവിടെ ഞാൻ ഡൈനിങ് ടേബിളിൽ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണമെന്ന് പറയണം. ആ സമയം സുകന്യ എന്ത് ചെയ്തു, സുകന്യ പെട്ടെന്ന് പോയി ഡൈനിങ് ടേബിളിൽ നോക്കി. ആഹാരം ഇരിപ്പുണ്ട്. സുകന്യ അതിർത്ത് കഴിക്കാനും തുടങ്ങി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് സുകന്യ അങ്ങോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി വന്നു. മീനാക്ഷി വന്നിട്ട് അമ്മയെന്ന് വിളിക്കണം. ഗോമതി പറഞ്ഞു, മോളെ, നിനക്കുള്ള ആഹാരം ഞാൻ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നിനക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മാത്രം ഞാൻ രാവിലെ ആഹാരം ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നുള്ളെന്ന് പറഞ്ഞു. ശരി അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പോയി ഡൈനിങ് ടേബിളിൽ പോയി പാത്രം തുറന്നു നോക്കണം. കാസറോള് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആഹാരമില്ല. അമ്മ ഇത് എവിടെ ആഹാരം വെച്ചേക്കണമെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ഗോമതി അമ്പരത്ത് പോയി. താൻ അവിടെ കൊണ്ടേ വെച്ചാണല്ലോന്ന് ഗോമതി മനസ്സിൽ ഓർക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.